കടിവസ്തി എന്നത് ഒരു പരമ്പരാഗതമായ ആയുർവേദ ചികിത്സയാണ്. ഇതിൽ സുഖകരമായ ചൂടുള്ള ഔഷധ എണ്ണ പ്രത്യേകമായി രൂപപ്പെടുത്തിയ ഒരു ഫ്രെയിം ഉപയോഗിച്ച് നിശ്ചിത സമയം പുറംഭാഗത്തോ ലംബോസാക്രൽ മേഖലയിലോ തങ്ങിവയ്ക്കുന്നു. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഡിസീസ്, ലംബാർ സ്പോണ്ടൈലോസിസ്, സയാറ്റിക്ക, ലംബാഗോ തുടങ്ങിയ ലോ ബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ ഇത് വളരെ ഫലപ്രദമാണ്. കടി എന്നാൽ ലോ ബാക്ക് എന്നും വസ്തി എന്നാൽ പിടിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നതാണ് അർത്ഥം. അതിനാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഴുന്നുമാവ് കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേകം ഫ്രെയിം ഉപയോഗിച്ച് താഴ്ന്ന പുറംഭാഗം, അതായത് ലോ ബാക്ക് ഭാഗത്ത് ചൂടുള്ള എണ്ണ പിടിക്കുന്നത് ഈ ചികിത്സയിൽ ഉൾപ്പെടുന്നു. കടിവസ്തി എന്നത് ഒലിയേഷൻ തെറാപ്പിയുടെയും ഫോമന്റേഷൻ തെറാപ്പിയുടെയും ഒരു കോമ്പിനേഷനാണ്. സാധാരണയായി 4 മുതൽ 17 ദിവസം വരെ 15 മുതൽ 45 മിനിറ്റ് നേരത്തേക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. ഈ പ്രക്രിയയിലൂടെ കേടായ വാതദോഷം ഒപ്റ്റിമൽ നിലയിലേക്ക് തിരികെ വരുന്നു. കടിവസ്തിയെ ഒരു ശമന കർമ്മമായി കണക്കാക്കാം. ഇത് ചെലവ് കുറഞ്ഞതും സാധാരണക്കാർക്ക് പോലും താങ്ങാനാവുന്നതുമായ ഒരു ചികിത്സാ രീതിയാണ്. വ്യത്യസ്ത ഔഷധ എണ്ണകളുടെ സംയോജനത്തിലൂടെ വാതദോഷം ശമിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിലും കഫ, പിത്ത ദോഷങ്ങളുടെ ചികിത്സയിൽ കടിവസ്തി ഫലപ്രദമായി ഉപയോഗിക്കാം. ഇത് സുരക്ഷിതവും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും ചെലവ് കുറഞ്ഞതുമായ ഒരു ചികിത്സാ രീതിയാണ്. പുറം ഭാഗത്തെ പേശികൾ, ഞരമ്പുകൾ, അസ്ഥികൾ, ലിഗമെന്റുകൾ എന്നിവയെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്റർവെർട്ടിബ്രൽ സന്ധികളെ മൃദുവാക്കുകയും ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലംബോസാക്രൽ മേഖലയിലെ പേശികൾക്കും ഇന്റർവെർട്ടിബ്രൽ സന്ധികൾക്കും വഴക്കവും ചലനാത്മകതയും നൽകുന്നു. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും എഫക്റ്റഡ് ഏരിയയിലുള്ള വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. താഴ്ന്ന പുറംഭാഗത്തെ വേദനയും സ്റ്റിഫ്നെസ്സും കുറക്കുന്നു. ലംബോസാക്രൽ ഭാഗത്തെ വീക്കം, ആർദ്രത എന്നിവ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രോഗിക്ക് മാനസികവും ശാരീരികവുമായ വിശ്രമം നൽകുന്നു. ആയുർവേദം അനുസരിച്ച് വിവിധ തരത്തിലുള്ള വേദന, കാഠിന്യം, നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വാതദോഷം മൂലമാണ് ഉണ്ടാകുന്നത്. ആചാര്യൻ ചരകൻ വിശദീകരിക്കുന്നത് എണ്ണയ്ക്ക് ശരീരത്തിന്റെ ആഴത്തിലുള്ള കലകളിലേക്ക് തുളച്ചു കയറാനുള്ള കഴിവ് ഉണ്ടെന്നാണ്. ലംബോസാക്രൽ മേഖലയിൽ ഔഷധ എണ്ണ സൂക്ഷിക്കുന്നത് വാസോഡൈലേഷനും അതേപോലെ ന്യൂറോണൽ ഉത്തേജനത്തിനും കാരണമാകുന്നു. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും ഓക്സിജനും പോഷകങ്ങളും രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നത് പെരിഫറൽ വീക്കം കുറയ്ക്കുകയും വേഗത്തിലുള്ള രോഗശാന്തിക്ക് കാരണമാകുകയും ചെയ്യുന്നു. ചൂടുള്ള എണ്ണ പുരട്ടുന്നത് അതാത് ഭാഗത്തെ വിയർപ്പിന് കാരണമാകുന്നു. ഇത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. ദോഷങ്ങളുടെ ആധിപത്യം അനുസരിച്ച് ഔഷധ എണ്ണ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തോ ഉപയോഗിക്കാം. ആയുർവേദത്തിൽ മിക്ക ഔഷധ എണ്ണകളും എള്ള് അടിസ്ഥാനമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എള്ളെണ്ണ വാതകഫ സ്വഭാവമുള്ളതാണ്. അതിനാൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ വാതവും കഫത്തിനെയും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നു. ഇത് വേദന, കാഠിന്യം, ഭാരം മുതലായവ കുറയ്ക്കുന്നു. സാധാരണയായി മുറിവെണ്ണ, മഹാമാഷ തൈലം, ധന്വന്തരം തൈലം, സഹചരാതി തൈലം, കൊട്ടഞ്ചുക്കാതി തൈലം, മഹാനാരായണ തൈലം, നിർഗുണ്ടി തൈലം, ക്ഷീരബല തൈലം, ബല അശ്വഗന്ധാതി തൈലം, തിലതൈലം എന്നിവ യൂസ് ചെയ്യുന്നു. ഇനി കടിവസ്തിയുടെ ഫ്രെയിം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. 200 മുതൽ 250 ഗ്രാം വരെ ഉഴുന്നുപൊടി ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി കട്ടിയുള്ള പേസ്റ്റ് ആക്കുക. 15 മുതൽ 20 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ കനവും 5 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു പരന്ന സ്ലാബിലേക്ക് മാവ് ഉരുട്ടുന്നു. രോഗിയുടെ ലോ ബാക്ക് ഏരിയയിൽ നന്നായിട്ട് മസാജ് പുരട്ടിയതിനു ശേഷം, അതായത് അഭ്യംഗം ചെയ്തതിനു ശേഷം രോഗിയോട് ലംബോസാക്രൽ മേഖല തുറന്നു കാട്ടിക്കൊണ്ട് വയറ്റിൽ കിടക്കാൻ നിർദ്ദേശിക്കുന്നു. ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും ഒരു തുണി കൊണ്ട് പൊതിയുന്നു. ഓൾറെഡി തയ്യാറാക്കിയ മാവ് വൃത്താകൃതിയിൽ താഴത്തെ പുറംഭാഗത്ത് വയ്ക്കുക. അല്ലെങ്കിൽ സ്റ്റീല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വളയങ്ങൾ ഉപയോഗിക്കാം. വശങ്ങളിലൂടെ എണ്ണ ചോരുന്നത് തടയാൻ സീലിംഗ് കേടുകൂടാതെ ഇരിക്കണം. ചൂടാക്കിയ എണ്ണയുടെ ടെമ്പറേച്ചർ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തയ്യാറാക്കിയ മാവിൻ്റെ വശങ്ങളിലൂടെ പതുക്കെ വളയത്തിനുള്ളിൽ ഒഴിക്കുക. ഈ എണ്ണയുടെ ചൂട് ആറിയതിന് ശേഷം വീണ്ടും കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഒഴിക്കുന്നു. താപനില കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എണ്ണ 30 മുതൽ 40 മിനിറ്റ് വരെ വെച്ചിരിക്കാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പഞ്ഞി വെള്ളത്തിൽ മുക്കി നന്നായി ഞെക്കി പിഴിഞ്ഞ് എണ്ണ പൂർണ്ണമായും റിമൂവ് ചെയ്യാം. അതിനുശേഷം മാവ് റിമൂവ് ചെയ്യാം. ആദ്യത്തെ 3-4 ദിവസം വരെ സെയിം എണ്ണ തന്നെ യൂസ് ചെയ്യാം. 4ാമത്തെ ദിവസം മുതൽ എണ്ണ ചേഞ്ച് ആക്കണം.
ഈ ട്രീറ്റ്മെൻറ്റിൽ ഉടനീളം ഒപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓയിൽ വീണ്ടും എടുത്ത് ചൂടാക്കുന്ന ടൈമിൽ കുറച്ച് എണ്ണ റിങ്ങിൽ തന്നെ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആകസ്മികമായി പൊള്ളലേൽക്കുകയാണെങ്കിൽ കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ നെയ്യോ ആ ഭാഗത്ത് പുരട്ടാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം രോഗിയോട് കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുക്കാനും അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാനും വേണ്ടി നിർദ്ദേശിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.